ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സൽവാറിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു തുണി മടക്കി ഇട്ടിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ആ മെഷർമെന്റ് മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. നാലായിട്ട് നമ്മളുടെ ക്ലോത്ത് മടക്കി ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് മെഷർമെന്റ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഷോൾഡർ, ഏറ്റവും മുകളിലത്തെ ഈ ലൈൻ കൊടുത്തിരിക്കുന്നത് ഷോൾഡർ ലൈനാണ്. ഷോൾഡർ ലൈൻ നമ്മൾ 6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ കൈ യോജിപ്പിക്കുമ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ ആ തയ്യൽത്തുമ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് നമുക്കിവിടെ തയ്യൽത്തുമ്പ് കൊടുക്കണം. അതേസമയം നമ്മുടെ ചെസ്റ്റ് റൗണ്ടിലേക്ക് വരുമ്പോൾ ചെസ്റ്റ് റൗണ്ട് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പാണ് നമ്മൾ കൊടുക്കുക. തയ്യൽത്തുമ്പ് 1.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ടിലോട്ട് വരുമ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ 1.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് സ്ലിറ്റ് റൗണ്ടാണ്, സൈഡ് ഓപ്പൺ കൊടുക്കാനുള്ള സ്ലിറ്റ് റൗണ്ടാണ്. ഈ സ്ലിറ്റ് റൗണ്ടിൽ നമ്മൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് 1 ഇഞ്ച് മാത്രമാണ്. കാരണം നമ്മളത് സ്ലിറ്റ് മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ 1.5 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇതായി പോകും. അതുകൊണ്ട് 1 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബോട്ടം ഫ്ലെയർ ആണ് വരുന്നത്. ഈ ബോട്ടം ഫ്ലെയറിലും നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിൽ നിന്നും 1 ഇഞ്ച് മാത്രമേ കൂടുതൽ ആഡ് ചെയ്യുള്ളൂ. അത് നമ്മൾ സ്ലിറ്റ് മടക്കി അടിച്ച് വരുമ്പോൾ ആ 1 ഇഞ്ച് എന്നുള്ളത് ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് 1 ഇഞ്ച് തന്നെയാണ് തയ്യൽത്തുമ്പ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ഒരു സൽവാറിൻ്റെ 4ആയി മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്ന രീതി. ഇത് ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റ് പ്ലസ് 1.5 കൊടുക്കണം. വേസ്റ്റ് റൗണ്ടിൽ 1.5 തന്നെ കൊടുക്കണം. സ്ലിറ്റ് റൗണ്ടിലേക്ക് വരുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൊടുക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് ഉള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റിച്ചിങ് മെഷീൻ ചവിട്ടി തുടങ്ങിയിട്ടുള്ളൂ, അങ്ങനെ അറിയില്ലാത്ത ആളുകളാണെങ്കിൽ, നിങ്ങൾ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം അതിലിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് മാർക്ക് ചെയ്യുക. കുറേ സ്ട്രെയിറ്റ് ലൈൻസ്, നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെയിറ്റ് ലൈൻസ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ അടിക്കാൻ സാധിക്കുന്നോ അത്രയും തവണ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തരാന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ അടിക്കാനായിട്ട് നല്ല രീതിയിൽ പഠിക്കണം. സ്ലിറ്റൊക്കെ നമുക്ക് വളച്ച് പൊളച്ച് നമ്മൾ വളവോട് കൂടിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അഭംഗിയാവും. സ്ലിറ്റിന് നല്ലൊരു ഭംഗി വരണമെങ്കിൽ അത് സ്ട്രെയിറ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കുറേ വരച്ചു കൊടുക്കുക തുണിയിൽ. ഒരു നിങ്ങൾക്കിപ്പോൾ ഒത്തിരി ഉപയോഗമില്ലാത്തൊരു തുണിയാണെങ്കിൽ പോലും അതിനകത്ത് എടുത്തിട്ട് നല്ല സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത് അയൺ ചെയ്തിട്ടൊക്കെ നല്ല സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത് അതിനകത്ത് സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ കർവ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്കൊക്കെ അടിക്കുമ്പോൾ കർവ് വേണം. സോ നമുക്ക് കർവ് നല്ല രീതിയിൽ അടിക്കാനായിട്ട് മെഷീൻ അതിൻ്റെ ആ മെഷീൻ ഫൂട്ട് എങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് തന്നെ നമ്മൾ ആ മെഷീൻ ഫൂട്ട് പൊക്കി പയ്യെ രീതിയിൽ വളച്ചടിക്കാനായിട്ട് സ്ലോലി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്പീഡിൽ നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ കർവ് ആണെങ്കിലും ഒരു കാണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റിച്ചിൻ്റെ ഭംഗി പോകും. നമ്മൾ നെക്കൊക്കെ അടിക്കുമ്പോൾ വളച്ച് പൊളച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് അവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതൊരു അഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കർവ് വരച്ചിട്ട് ആ കർവ് എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ആ കർവ് വരച്ച് നന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ റൗണ്ട് വരയ്ക്കുക. റൗണ്ട് വരച്ചിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് റൗണ്ട് വരയ്ക്കുക. നിങ്ങൾക്ക് പ്ലേറ്റോ വേറെ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് റൗണ്ട് വരയ്ക്കുക. റൗണ്ട് വരച്ചതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സിഗ്സാഗ് പാറ്റേൺ നമ്മൾ വരച്ചു കൊടുക്കുക. വലിയ സിഗ്സാഗ്, ചെറിയ സിഗ്സാഗ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോടെ സ്റ്റിച്ച് ചെയ്ത് ഈ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്, ഇവിടെ നിന്ന് എങ്ങനെയാണ് ഈ പോയിന്റിലേക്ക് വരുന്നതെന്ന് നമ്മൾ മെഷീൻ ഫൂട്ട് സൂചി കുത്തി നിർത്തിയതിന് ശേഷം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹോംവർക്ക് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വന്നിരിക്കുന്നത്. സോ അടുത്ത ദിവസം അടുത്ത ചലഞ്ചിൽ കാണുന്നവരേക്കും നന്ദി, ബൈ. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ചലഞ്ചിലാണ്.
ഇത് കഴിയുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചുരിദാർ തയ്ക്കാൻ പഠിച്ചിരിക്കും എന്നുള്ള ഒരു ചലഞ്ചിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഓരോരുത്തരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മളൊരു വളരെ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.